ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ചൊവ്വാഴ്ചത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇത്. അപ്പോൾ തലേ ദിവസം തന്നെ അവൾ പറഞ്ഞു എനിക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനുണ്ട്. അപ്പോൾ രാവിലെ 6:30 എണീപ്പിക്കണം. കമ്പ്യൂട്ടറാണ് കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ അവളെ 6:30 തന്നെ എണീപ്പിച്ചു. അപ്പോൾ അവളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ വേദക്കുട്ടൻ നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ബാലവാടിക്ക് പോകുന്ന കാരണം തന്നെ ഉച്ചയ്ക്ക് ബാലവാടിയിൽ ഉറങ്ങാറില്ല. അപ്പോൾ നേരത്തെ അവൻ ഉറങ്ങും ചെയ്യും, എണീക്കും ചെയ്യും. അപ്പോൾ ഞാൻ എന്താ പല്ല് തേക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മ അടുക്കളയിൽ ബേബിക്ക് കൊണ്ടുവേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദു അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഈ പണിയുടെ ഇടയിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതാണിത്. പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടുമാണ്. അപ്പം സ്നാക്സിന് ഈ ബിസ്ക്കറ്റാണ് കേട്ടോ കൊണ്ടുവന്നത്. അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചാത്തന്നൂരക്കറ്റ് പോയപ്പോൾ. അപ്പോൾ അത് സ്നാക്സിനാക്കാമെന്ന് വിചാരിച്ചു. ലഞ്ചിന് അവൾ കൊണ്ടുപോകുന്നത് ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഉള്ളി വഴറ്റിയത് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സവാള അരിഞ്ഞിട്ട് മിക്സിയിലിടുക, എന്നിട്ട് മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് അത് എണ്ണയിലിട്ടിട്ട് നന്നായി വഴറ്റി ഒരു ബ്ലാക്ക് കളറാവും. ആ കളറാവുന്ന വരെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. ട്രസ്റ്റ് മീ, നല്ല ടേസ്റ്റാണ്. അതും ചോറും ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഉണ്ടാൻ പറ്റും. നമുക്ക് വേറെ നോൺ ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പോൾ അതാ ഈ ഒരു കുപ്പി നല്ലൊരു കുപ്പിയാണ് കേട്ടോ. ഓയിലും വെളിച്ചെണ്ണയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുപ്പി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നിലും ഓയിലും ഒന്നിലും വെളിച്ചെണ്ണ ആക്കും കേട്ടോ. ഈ അടുക്കളപ്പണിയൊക്കെ ചെയ്യുമ്പോഴും വേദക്കൂട്ടം കൂടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഡപ്പകളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതാ അത്യാവശ്യം എണ്ണ വേണം കേട്ടോ ഇതിന്. കാരണം അത് വഴണ്ട് വരണമല്ലോ. ആ കളറ് മാറി കിട്ടണം. ആ കളറ് മാറി കിട്ടിയിട്ടേ നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതെന്താണെന്ന് വെച്ചാൽ കാക്ക വന്നിട്ടുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അമ്മ കാക്കയ്ക്ക് എപ്പോഴും ഫുഡ് കൊടുക്കാറുണ്ട്. എന്താണുള്ളത് അത് കൊടുക്കും. അപ്പോൾ ഇന്ന് ബിസ്ക്കറ്റായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തതാണ് കേട്ടോ. വേദുവിനെ ഒന്ന് വേണം, കാക്കയ്ക്കും വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ കാക്ക ഞങ്ങളൊന്ന് മാറിയപ്പോൾ അതാ കാക്ക എടുത്ത് കൊണ്ടുപോയി ആ ബിസ്ക്കറ്റ്. പിന്നെ വേറൊരു കാക്കയും വന്നു. ഞാൻ വിചാരിച്ചു ഈ കാക്കയ്ക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഷെയറിങ് മെൻറ്റാലിറ്റി ഉള്ള കാക്കയല്ല തോന്നുന്നു. അപ്പം മറ്റേ കാക്കയ്ക്ക് ഒരു കഷ്ണം വെച്ചെടുത്തു. പക്ഷെ അത് കൊണ്ടുപോയോ ഇല്ലയെന്നും ഞാൻ നോക്കിയില്ല. അപ്പോൾ ബേബി പറഞ്ഞു അത് കൊണ്ടുപോയി തോന്നുന്നുണ്ട് അമ്മയെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ പഠിച്ചതൊന്ന് എന്നോട് ചോദിക്കുമോ പറഞ്ഞു. അവൾക്ക് എപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പിക്കണമല്ലോ. അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കാൻ പറയൂ കേട്ടോ. അത് എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്, മാത്സ് ഒഴികെ. മാത്സ് പിന്നെ പ്രോബ്ലംസ് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ അവൾ പറയൂ കേട്ടോ, ചോദിക്കാൻ പറയും എന്നോട്. അപ്പോൾ അതാ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യൂ കേട്ടോ. ഇതിൽ ചോറിട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഗൈസ്. നിങ്ങളൊരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ദാ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയാണ്. ചില ദിവസം അങ്ങനെയാണ്, നല്ല മഴയായിരിക്കും, ചില ദിവസം വെയിലും ആയിരിക്കും. അപ്പോൾ ഞാൻ അമ്മടുത്ത് പോയ തക്കം നോക്കിയിട്ട് ബേബിക്ക് ചോറൊക്കെ ആക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര വേണമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ അവൾ തോനെയാന്ന് പറയും, അല്ലെങ്കിൽ കുറവായി പറയും, അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചില ദിവസം. അപ്പോൾ അവരുടെ സ്കൂളിൽ നോൺ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാ പച്ചക്കറിയൊന്നും കഴിക്കൂല. അപ്പോൾ അങ്ങനെ കേട്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ അവളുടെ ലഞ്ച് ബോക്സ് കെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ വേദു പറഞ്ഞു അമ്മ കെട്ടിക്കോളൂ, വേദു വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ. സത്യം ഇത് എൻ്റെ വേദുക്കുട്ടി എടുത്ത വീഡിയോ ആണ്. 3 വയസ്സായ കുട്ടി എടുത്ത വീഡിയോ ആണ്. ഞാൻ പറഞ്ഞു എടാ ഷെയ്ക്ക് ചെയ്യല്ലേ, ശരിക്കും പിടിക്കണം കേട്ടോ പറഞ്ഞപ്പോൾ പിന്നെ അവൻ ആട്ടാൻ തുടങ്ങി കേട്ടോ. അതാണ് ഈ ചെറിയ 2 ആട്ടൽ കാണുന്നത് അതിൽ. പക്ഷെ എന്നാലും അവൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നല്ലോ. അതിന് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ സ്നാക്സും ലഞ്ചും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ ആക്കി കൊടുത്തു. ആ നേരം അവൾ പോയി മേലൊക്കെ കഴുകി വന്നു. അപ്പോൾ മുടി കെട്ടിക്കൊടുക്കുന്നത് അമ്മയാണ് കേട്ടോ എന്നും. അപ്പോൾ ഞാൻ വകച്ചിലും അതുപോലെ തന്നെ ജടയൊക്കെ വേറെടുത്ത് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ നല്ല ജടയാവും. മുയലയ്ക്ക് കെട്ടിയിട്ട് എന്താ പറയുക വെച്ചിട്ടിരിക്കാവുമല്ലോ മുടി. അപ്പോൾ ചില ദിവസം നല്ല ജടയാവാറുണ്ട്, ചില ദിവസം ജടയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ മുടിയൊക്കെ നന്നായി വേറെടുത്ത് കൊടുത്തു. അപ്പോൾ വേദുട്ടൻ പറഞ്ഞു എനിക്കിന്ന് TV കാണണം പറഞ്ഞു. ഇത്രയും ദിവസങ്ങളായിട്ട് കുട്ടി ഇപ്പോൾ TV ഒന്നും കാണാറില്ല. കാർട്ടൂണോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും TV കാണുന്നില്ല. അതുപോലെ തന്നെ മൊബൈൽ നോക്കില്ല. അങ്ങനെയൊക്കെ ഒരു ഇതായിട്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കാര്യമാണ്. ഫോണൊന്നും നോക്കില്ല, ഫുഡ് കഴിക്കുമ്പോൾ ഫോണൊന്നും ഇല്ലാതെ തന്നെയാണ് അവൻ ഫുഡ് കഴിക്കാറ്. കുറേ കാലമായിട്ട് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവൻ പറഞ്ഞു എനിക്കൊന്ന് കാർട്ടൂണ് വെച്ച് തരുമോ. ഏതാ സ്പൈഡർമാൻ്റെ കാർട്ടൂണാണ് തോന്നുന്നുണ്ട് കേട്ടോ. അതാണ് അവൻ്റെ ഒരു ഫേവറേറ്റ്. അപ്പോൾ ഏതായാലും കുട്ടി പറഞ്ഞതല്ലേ, അപ്പോൾ സ്പൈഡർമാൻ്റെ കാർട്ടൂൺ വെച്ചുകൊടുക്കുക വിചാരിച്ചിട്ട് ഞാൻ വെച്ചുകൊടുക്കുകയാണേ. കുറച്ച് നേരം അവൻ ഇരുന്നോളും. പക്ഷേ 5 മിനിറ്റൊക്കെ ഇരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവൻ അവിടെ നിന്ന് എണീറ്റ് പോയി. അപ്പോൾ ഞാൻ TV ഓഫ് ചെയ്തു. കുറച്ച് നേരമൊക്കെ അവൻ കാണും, പിന്നെ മടി തോന്നും അവന്. അപ്പോൾ അതങ്ങനെ അവനെ വെച്ചു. പിന്നെ അവൾക്ക് അവളുടെ മുടി കെട്ടാൻ അമ്മ കൊണ്ടുപോയി ബാക്കിക്ക് വടക്കുറത്ത് നിന്നിട്ടാണ് മിക്ക ദിവസങ്ങളിലും
മുടി കെട്ടാറ്. നല്ല മഴയൊക്കെ ആണെങ്കിൽ ഉമ്മറത്തേക്ക് പോകും കേട്ടോ. അപ്പം എന്നാൽ അപ്പം അത്ര മഴ പെയ്തില്ല, പക്ഷെ മഴക്കാറുണ്ട്, ഇങ്ങനെ തുള്ളി തുള്ളി ഇങ്ങനെ വീഴുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുക്കറിൽ എന്താ ഉപ്പുമാവായിരുന്നു കൊണ്ട് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നേ. അപ്പം ഞാൻ മേലൊക്കെ കഴുകി വന്നു. എന്നിട്ട് ഇവരൊരു 8:30 ആയപ്പോൾ റെഡി ആയിട്ട് നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഇവർ തല്ലൂട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ കിളിയൊക്കെ വന്ന് നിൽക്കണത് വീഡിയോ എടുക്കാൻ പറയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വേദു നല്ല ഭംഗി തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതിങ്ങനെ ഈ ചില്ലിൻ്റെ അവിടെയും അതുപോലെ തന്നെ നമ്മുടെ ജനലിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊട്ടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കും കേട്ടോ, എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അതായത് 8:30 ആയപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ കിറ്റ് അവൻ പിടിക്കാന്നാട്ടോ ഈ പറയുന്നത്. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ, ഇനി അതിന് ബുദ്ധിമുട്ടുണ്ടാ പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പൂട്ടൻ വിളിക്കലും ഉണ്ടായി ആ സമയത്ത്. അപ്പം എന്നാൽ കിറ്റ് ഈ എടുത്തോ പറഞ്ഞു. കുറച്ച് നേരം അവൻ കിറ്റ് എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സും വന്നു കേട്ടോ. ഒരു 8:30 ആയിട്ടപ്പോൾ ബസ് വരുന്നത്. കുറച്ച് ലേറ്റ് ആവാറുണ്ട്. ചിന്നമണി ബസ് പോയിട്ടാണ് ഇപ്പോൾ വരാറ്. മറ്റേത് ചിന്നമണിയുടെ മുന്നേക്ക് വരാറുണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ ടാറ്റയും ഉമ്മയും ഒക്കെ കൊടുക്കും. അത് സ്ഥിരമാണ് കേട്ടോ അവന്. ബേബീനെ പിന്നെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് കഴിഞ്ഞാൽ പിന്നെ വേദുട്ടൻ്റെ കുറേ കലാപരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അന്ന് അവനെ ബാലവാടിക്ക് പോകേണ്ട ദിവസമായിരുന്നു. പനിയൊക്കെ ഒന്ന് കുറഞ്ഞു എന്ന് വിചാരിച്ചതാണ് കേട്ടോ. അതാ വീണ്ടും മഴ പെയ്തു. നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ പയറൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം പയറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പയറുപ്പേരിയും പയറും കായും കൂടിയിട്ട് ഉണ്ടാക്കാമെന്ന പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പയറൊക്കെ നുറുക്കി കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേദുക്കുട്ടനെ ബാലവാടി പോകാൻ റെഡിയാക്കിയിട്ടോ, മേലേക്കിച്ചു. അപ്പോഴൊന്നും അവനൊരു കുഴപ്പമില്ല കേട്ടോ. തലേദിവസം ചുമയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് വിടുന്നത്. അപ്പോൾ അമ്മ അതാ പയറും കായും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ ബാലവാടിയിലൊക്കെ അവനെ കൊണ്ടാക്കിയിട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നത്തെ ഞങ്ങളുടെ ടാസ്ക് എന്തായിരുന്നു? ചക്ക വെട്ടുക. കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ നല്ല അട്ടിപ്പൊളി ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ ഒരുപാട് ചക്ക ഉണ്ട്. ഓരോരുത്തർ കൊണ്ടുപോയി ഇപ്പം ചക്കയൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവർക്കും കൊടുക്കുകയും അമ്മ എല്ലാവർക്കും വീതിച്ച് കൊടുക്കുക. ആർക്കാ വേണ്ടത് വെച്ചാൽ വന്ന് ഇട്ടോളാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇട്ട് കൊടുക്കാനൊന്നും വയ്യ, ആർക്കാ വേണ്ടത് വെച്ചാൽ വന്ന് ഇട്ടോളാൻ പറയും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ കൊണ്ടുപോകും. ഇഷ്ടംമാതിരി ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും ആവശ്യമാണല്ലോ ചക്ക. ഇടയ്ക്ക് ചക്ക വരട്ടി വയ്ക്കാം. അപ്പൂട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് ചക്ക. പക്ഷെ അപ്പൂട്ടൻ നാട്ടിലില്ലല്ലോ. അപ്പോൾ വരുന്ന ടൈമിൽ ഇങ്ങനെ വരട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാം എന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചക്കയോടുള്ള മൽപ്പിടുത്തത്തിലാണ് ഈ കാണുന്നത്. അപ്പോൾ നന്നായി പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ചക്കയ്ക്ക് കുറച്ച് മധുരം കുറവായിരുന്നു. എന്തോ വെള്ളം കടന്ന പോലെ ഒരു ഫീൽ തോന്നി. ഇതിന് മുന്നേ ഞങ്ങളൊരു ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല മധുരമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് മധുരം ഇല്ല എന്നല്ല, ഉണ്ട്, എന്നാലും കുറച്ച് കുറവായിരുന്നു. അപ്പം ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്തു. കാരണം എല്ലാം കൂടി നടക്കില്ല. ചക്കച്ചോള പറിക്കലും എല്ലാം കൂടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ശരിക്കും നമുക്ക് ചക്കയൊക്കെ വെട്ടിയിട്ട് ആരെങ്കിലും മുന്നിൽ വെച്ചത് അത് തിരിഞ്ഞാൽ നല്ല സുഖമാണല്ലോ. അതുപോലെ എല്ലാം വെട്ടിയിട്ട് അത് ചുള പറിച്ച് കുരു വേർതിരിച്ച് ചകിണിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് വേണമല്ലോ ചക്ക വരട്ടുമ്പോൾ നമുക്കത് ഇതാവാൻ. അപ്പം ഞാൻ അമ്മയും കൂടിയിട്ട് കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് കേട്ടോ എല്ലാം വൃത്തിയാക്കി എടുത്തത്. പിന്നെ ലാസ്റ്റ് ഒരു കഷ്ണം വന്നത് ഞങ്ങൾ അടുത്ത വീട്ടിലേക്കേറ്റ കൊടുത്തു കേട്ടോ. എല്ലാം ഞങ്ങൾ ഇവിടെ ഇപ്പോൾ അധികം ചക്ക ആരും തിന്നില്ല. അപ്പോൾ പിന്നെ ഇത്ര ചക്ക ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും തിന്നണവരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കുട്ടികളാണെങ്കിലും അങ്ങനെ ചക്ക ഇഷ്ടമില്ലാത്തവരാണ്. പിന്നെ വേദുവിന് ഇപ്പോൾ പിന്നെ ഒരു ഇഷ്ടം വന്നിട്ടുണ്ട് കേട്ടോ ചക്കയോട്. പക്ഷേ എനിക്കാണെങ്കിൽ പേടിയാണ്. അവൻ അധികം ചക്ക കൊടുക്കും. ഒരു വട്ടം അവൻ ചെറിയ കുട്ടിയിൽ മേഴത്തൂരിന്ന് ചക്ക തിന്നിട്ട് ഭയങ്കര പ്രശ്നമായി. അത് ആലോചിക്കുമ്പോഴേ പേടി. അപ്പോൾ ആ ചക്കയൊക്കെ ഫുള്ള് നേരാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബാക്കി ഒരു ചെറിയ കഷ്ണം വന്നപ്പോൾ അമ്മ പറഞ്ഞു ആയിഷാത്തേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് ആയിഷാത്തേക്ക് കൊടുക്കാൻ കൊണ്ടുപോകാൻ കേട്ടോ അമ്മ. നമ്മൾ അടുത്ത വീട്ടിലേക്കും ഇങ്ങനെ ഓരോന്ന് കൊടുക്കില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടും കിട്ടും, നമ്മൾ അങ്ങോട്ടും കൊടുക്കും. അത് പതിവാണല്ലോ. അപ്പോൾ അമ്മ എന്നാൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ വേദുക്കുട്ടനെ കൊണ്ടുവന്നു കേട്ടോ. 3 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അവൻ എന്നും ചോറ് വന്ന് ഉണ്ണു കേട്ടോ. അപ്പോൾ അന്ന് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉള്ളിയും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും ഒക്കെ നന്നാക്കുകയാണ് കേട്ടോ. വൈകുന്നേരം നിന്ന് നേരത്തെ ചിക്കൻ ഉണ്ടാക്കാമെന്നൊക്കെയുള്ളൊരു പ്ലാനായിരുന്നു. ഇതാ ഉള്ളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, മുളകൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായതാണേ. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നേരൊക്കെ അമ്മ ചിക്കനൊക്കെ കഴുകാൻ പോവുകയാണ്. അപ്പോൾ ഈ ചിക്കനിലെ കരൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഞാനും ബീബിയൊക്കെ കൂട്ടും. അപ്പോട്ടിനാണ് കൂട്ടുന്നത്. ഇവിടെ അമ്മയ്ക്കും ഏട്ടനൊന്നും അങ്ങനെ തീരെ ഇഷ്ടമല്ല അത്. അപ്പോൾ അമ്മ എന്താ ചെയ്തത് വെച്ചാൽ കുക്കറിലെ എല്ലാം
പരട്ടിയിട്ട് അങ്ങോട്ട് വെച്ചിട്ട് വേവിച്ചെടുത്തു കേട്ടോ. കാരണം വേഗം ആവാൻ വേണ്ടി. പിന്നെ നമ്മൾ അടുപ്പത്തുണ്ടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കി കേട്ടോ. അടുപ്പത്തുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഗ്യാസിലുണ്ടാക്കുമ്പോൾ അല്ലാന്നല്ല, ഗ്യാസിനൊക്കെ വലിയ ക്ഷാമല്ലേ. അപ്പം എന്നാൽ അടുപ്പത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അമ്മ ചിക്കൻ വെളിച്ചെണ്ണയിലേക്ക് തട്ടുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തോടൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ, വരട്ടി കഴിഞ്ഞാലും ഇഷ്ടം. അപ്പോൾ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബേബിക്കുട്ടി എക്സാമൊക്കെ കഴിഞ്ഞ് 4:45 4:50 ആകുമ്പോൾ എത്തിയിട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെയാണ് ചോദിക്കുന്നത്. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേദക്കുട്ടൻ ചിക്കനായപ്പോൾ തട്ടി വിടുന്നുണ്ട് കേട്ടോ. പിന്നെ ബേബിക്കും കൊടുത്തു. പിന്നെ ഞാനൊരു അമ്മ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള ഗൈസ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.